ഈശ്വംശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ജൂലൈ 16 കർമ്മല മാതാവിന്റെ തിരുനാൾ. പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള ഏറ്റവും പുരാതനവും ഏറ്റവും പ്രിയപ്പെട്ടതുമായ വിശേഷണങ്ങളിലൊന്ന്. ഇസ്രായേൽ കർമ്മലമലയിൽ ഏലിയായും ശിഷ്യന്മാരും ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആകാശത്തെ മേഘങ്ങളിൽ ഒരു കന്യക പ്രത്യക്ഷപ്പെട്ടു. അത് കർമ്മല മാതാവാണെന്ന് പറയപ്പെടുന്നു. ഈ മലയിൽ വെച്ചാണ് ഏലിയായും ശിഷ്യന്മാരും ബാലിന്റെ അനുയായികളെ തോൽപ്പിക്കുന്നത്. ഇവിടെയാണ് മാതാവിന്റെ പ്രാധാന്യമർഹിക്കുന്നത്. ഈശോയുടെ മരണശേഷം AD 12-ാം നൂറ്റാണ്ടിൽ കർമ്മലമലയിൽ ഒരു സന്യാസ സമൂഹം രൂപപ്പെട്ടു. വിശ്വാസത്തിലും പ്രാർത്ഥനയിലും മറയുറച്ച കാർമലൈറ്റ് സമൂഹം. ഈ സമൂഹത്തിന്റെ ഇംഗ്ലണ്ടിലെ ജനറൽ അച്ഛനായിരുന്ന വിശുദ്ധ സൈമൺ സ്റ്റോക്ക് ഒരിക്കൽ തന്റെ സഭയിൽ നിലനിന്നിരുന്ന പ്രതിസന്ധികൾക്ക് വേണ്ടി തീക്ഷ്ണമായി മാതാവിനോട് പ്രാർത്ഥിക്കുകയും മാതാവ് പ്രത്യക്ഷപ്പെട്ട് നാരകീയ ശക്തിക്കെതിരെ ശക്തമായ സംരക്ഷണം ഞാൻ നൽകുമെന്ന് ഉറപ്പു നൽകിക്കൊണ്ട് ഉത്തരീയം നൽകുകയുണ്ടായി. വിശുദ്ധ സൈമൺ സ്റ്റോക്ക് പറയുന്നു, പ്രിയപുത്ര, ഈ ഉത്തരീയം ധരിച്ചുകൊണ്ട് വിശ്വാസത്തിലും ദൈവകൃപയിലും നീ മരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിത്യശിക്ഷയിൽ നിന്ന് ഒഴിവാക്കപ്പെടുമെന്ന്. അതെ, അമ്മയുടെ ഉത്തരീയം നമുക്ക് സംരക്ഷണമായി നാരകീയ ശക്തിക്കെതിരെയുള്ള ഫലമായി നമുക്കും ധരിക്കാം. അമ്മയെ പോലെ എളിമയും ക്ഷമയിലും വിനയത്തിലും ദൈവഹിതത്തിന് വിധേയപ്പെട്ടുകൊണ്ട് ജീവിക്കാം. സർവശക്തനായ ദൈവം അതിനുവേണ്ട എല്ലാ കൃപാവരങ്ങളും നൽകട്ടെ എന്ന് ആശംസിക്കുന്നു.